ഹലോ എന്നോട് നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നതാണ് റോസ്മേരി ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരുമോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് റോസ്മേരി ഹെയർ ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഓയിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാനൊരു 5 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 സ്പൂൺ റോസ്മേരി ലീവ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 സ്പൂൺ മാക്സിമം അത്രേൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ന്യൂട്രവേദിൻ്റെ റോസ്മേരി ലീവ്സാണ്. പ്രൊമോഷനൊന്നുമല്ല, അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളത് എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റോസ്മേരി ബ്രാൻഡ് നോക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്രിപ്പറേഷൻ നമ്മളൊരു ഡബിൾ ബോയിൽ മെത്തേഡാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പാനിൽ അടപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഇത് ഞാൻ ഇലക്ട്രിക് കെറ്റിലാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത സംഭവം ഇറക്കി ഒരു 25-30 മിനിറ്റോളം വെക്കുക. കാരണം ഡ്രൈഡ് ആയതുകൊണ്ട് അതൊന്ന് ഇൻഫ്യൂസ് ആവാൻ സമയമെടുക്കും. അപ്പോൾ ഈ അത്യാവശ്യം എൻ്റെ ഹെയർ നല്ല ഡ്രൈ ആണ്. ഞാനത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം ഇത് പ്രിപ്പയർ ആയി നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ എണ്ണ നല്ല ഗോൾഡൻ കളറാവും. മാത്രമല്ല നല്ല അടിപൊളി ഒരു മണം കിട്ടും. ചിലർ ഇതിൻ്റെ കൂടെ ഗ്രാമ്പൂ ഇടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ചെയ്തിട്ടില്ല. ഞാൻ വെച്ച് റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിൽ അങ്ങനത്തെ ഒരു കണ്ടൻറ്റ് കൂടി നമ്മൾ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇൻഫ്യൂസ് ആയി കഴിയുമ്പോൾ നല്ല മണം വരും. അത് നിങ്ങൾക്കൊരു കോട്ടൺ ബാളോ അല്ലെങ്കിൽ ബഡ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഒരു സ്കാൽപ്പ് മസാജറിലോ എന്താണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കത് അങ്ങനെ ഒഴിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഓയിലാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇത്രയും കോൺസെൻട്രേഷൻ അപ്ലൈ ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അതിലേക്ക് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ഇതുകൂടെ മിക്സ് ചെയ്ത് പുരട്ടാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു 1 മന്ത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഫോർഹെഡ് കയറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു 1 മന്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അത് ആ ഒരു പോർഷനിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു വിസിബിൾ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ എന്നറിയാനാണ്. പക്ഷേ എനിക്ക് നല്ലതുപോലെ ബേബി ഹെയർസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവം നമ്മൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന റോസ്മേരി ഹെയർ ഓയിൽ എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്. ഇനി ഇതല്ല നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ പാടാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എസെൻഷ്യൽ ഓയിലുകൾ കിട്ടും. അത് നമ്മളുടെ നോർമൽ ഹെയർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഹെയർ ഓയിലിൻ്റെ കൂടെ ഇതുപോലെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇതും ചെറിയൊരു ക്വാണ്ടിറ്റി അതിൻ്റെ കൂടെ മിക്സ് ചെയ്താലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്താൽ വളരെ ഇങ്ങനെ തിക്കായിട്ടൊന്നാവും. നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇതുപോലെ ഇൻഫ്യൂസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് ഒന്നും തോന്നുന്നില്ല. സംഭവം എന്തായാലും നല്ലതാണ്. ഇപ്പോൾ ഞാനൊരു 1 മന്ത് ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഡിഫറൻസ് അറിയാനുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ നെറ്റ് കെയറിനൊക്കെ ഒരുപാട് ഉപയോഗപ്രദമാകുന്ന ഒന്നാണ് ഈ റോസ്മേരി ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതുപോലെ ബേബി ഹെയർസ് വരുന്നുണ്ട്, നല്ലതുപോലെ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മുമ്പ് ചീകി ഉടക്കെടുത്ത് വൃത്തിയാക്കുക മുടി. അതിനായിട്ട് എപ്പോഴും നിങ്ങളൊരു വൈറ്റ് കോമ്പ് ഉപയോഗിക്കാവുന്നതാണ്. എന്നോട് ചോദിച്ചതാണ് വുഡൻ കോമ്പ് നല്ലതാണ്. അത് നീമിൻ്റെയൊക്കെ വുഡൻ കോമ്പ് കിട്ടും, ഇത് നല്ലതാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് എൻ്റെ മുടി ഉള്ളിലേക്ക് ഇറങ്ങാൻ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ഇങ്ങനത്തെ കോമ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നീമിൻ്റെ കോമ്പ് നല്ല സൂപ്പറാണ്. നിങ്ങൾ ചെയ്യുക. ഫ്രിസി ആയിട്ടുള്ള ഹെയറുകാർക്ക് സത്യത്തിൽ ഒരുപാട് നല്ലതാണ് അങ്ങനത്തെ ചീപ്പെന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഇതുപോലൊരു സ്കാൽപ്പ് മസാജർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ നല്ലതുപോലെ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആഴ്ചയിലൊരു 2 തവണയൊക്കെ ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ടുള്ള ഹെയർ ഓയിലിൻ്റെ കൂടി ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറയുന്നത് വെളിയിൽ നിന്ന് ഈ പെർഫ്യൂംഡായിട്ട് വാങ്ങുന്ന ടൈപ്പല്ല, നമ്മുടെ കാച്ചനയുടെയൊക്കെ കൂടെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ മുടിയൊന്ന് ചീകി ഉടക്കൊക്കെ എടുത്ത് വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് അന്നേരം തന്നെ മനസ്സിലാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.